മാഷെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും ഉയർന്നു വരികയാണ്. 20 പേജുള്ള മൊഴിയാണ് യുവതി കൊടുത്തിരിക്കുന്നത്. 5 മണിക്കൂർ നീണ്ട മൊഴി കൊടുക്കലാണ് ഉണ്ടായിട്ടുള്ളത്. പറയുന്നു, ഗർഭചിത്രത്തിനായിട്ട് ഗുളിക എത്തിച്ചു, മരുന്ന് എത്തിച്ചത് സുഹൃത്ത് വഴിയാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലത്തില്ല. സ്ഥലത്തെ പ്രധാന പയ്യൻസ് എങ്ങോട്ട് മുങ്ങി എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇല്ലെങ്കിൽ എല്ലായിടത്തും ഇപ്പോൾ ഓടി നടക്കുന്നതായിരുന്നു. ഇപ്പോൾ കാണാനില്ല. അടൂരിലെ വീട്ടിലില്ല, പാലക്കാടില്ല. അപ്പോൾ പിന്നെ മൊബൈൽ ഫോൺസും സ്വിച്ച് ഓഫാണ്. രാഹുൽ എവിടെ പോയിട്ടുണ്ടാവും? അല്ല, രാഹുൽ ഏത് പാതാളത്തിൽ വിളിച്ചാലും മലയാളിക്ക് നല്ലതാണ്. കേരളത്തിലെ രാഷ്ട്രീയം രക്ഷപ്പെടും, കോൺഗ്രസ് രക്ഷപ്പെടും. അത് ഈ കോൺഗ്രസ്സുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രൂപ്പ് വഴക്ക് മൂക്കുമ്പോൾ ഇവർ ഇന്നലെ പറഞ്ഞത് വിഴുങ്ങുകയാണല്ലോ ചെയ്യണത്. കോൺഗ്രസ്സുകാർ ഈ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുള്ള കോൺഗ്രസ് ഒരുമിച്ചല്ലേ അവൻ്റെ പേരിൽ നടപടിയെടുത്തത്. നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ അത്. അതിപ്പോൾ നേർക്കുനേരെ പരാതികളൊന്നും അന്ന് വന്നിട്ടില്ല. പരാതി ഇല്ലാഞ്ഞിട്ട് നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പുറത്തു വന്ന പോലീസിൽ പരാതി കിട്ടാത്ത എത്രയോ കേസുകൾ കോൺഗ്രസിൻ്റെ മുമ്പിൽ പരാതിയായി നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ എൻ്റെ അർത്ഥം. അതെ. നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ എല്ലാവരും കൂടി നടപടിയെടുത്തു. എല്ലാവരും കൂടി നടപടിയെടുത്തിട്ട് ഒരു പുതിയ ചരിത്രം കുറിക്കുകയായിരുന്നു ശരിക്കും കോൺഗ്രസ്. കാരണം അവർ പറഞ്ഞത് ന്യായമാണ്. ഇപ്പോൾ കോൺഗ്രസിനോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കേസിൽ നടപടിയെടുക്കണമെന്ന് പറയാൻ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ ഇത്തരം ധാരാളം കേസുകൾ വന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നത് അവർ പരാതിയില്ല, അവർക്ക് പരാതി ഇല്ല എന്ന് മാത്രമല്ല, അവർ പരാതിപ്പെടാൻ സമ്മതിക്കുകയില്ല. അവരുടെ കോടതി പാർട്ടിയാണ്, അവരുടെ പോലീസ് പാർട്ടിയാണ്, അവരുടെ അന്വേഷണ കമ്മീഷൻ പാർട്ടിയാണ്. അതുകൊണ്ട് ആ ഒരു സാങ്കേതിക വിദ്യ വെച്ചിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കെതിരെ ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല, കേസ് വന്നിട്ടില്ല. അവർ കേസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടാണ്. അതേ ന്യായം പറഞ്ഞ് വേണമെങ്കിൽ കോൺഗ്രസ് നിൽക്കാമായിരുന്നു. പക്ഷെ കോൺഗ്രസ് ഒരു പരിധി വിട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും ഇന്നലെയല്ലല്ലോ ഇമാതിരി അതെ. കളികൾ തുടങ്ങിയത്. വലിയ വലിയ നേതാക്കന്മാരുടെ കുടുംബത്തിൽ എത്രയോ പേരുടെ പരാതി വന്നപ്പോഴാണ് കൃത്യമായ തീരുമാനമെടുത്തു ഒരു ഘട്ടത്തിൽ. എനിക്ക് ഒന്നൊന്നര തോന്നുന്നു സൈക്കോ അല്ല മാഷെ? ആണ്. അതെന്താ സംശയമുള്ളത്? ആർക്കാ മനസ്സിലാവാത്തത്? അതും മനസ്സിലായതുകൊണ്ടാണല്ലോ നടപടിയെടുത്തത്. എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ അതൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു കൃത്യമായ തീരുമാനത്തിൽ, ഖണ്ഡിതമായ തീരുമാനത്തിലേക്ക്, അതും ഈ ക്വിക്കായിട്ടുള്ള ആക്ഷൻ, അതിവേഗത്തിലുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത് വി ഡി സതീശനാണ്. അതോടുകൂടി വി ഡി സതീശൻ കഴിഞ്ഞ കുറച്ച് കാലമായി ഒരു ഒന്നാം നിരയിലേക്ക് വരികയാണ്. ആരാണ് കോൺഗ്രസിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ 5, 6, 7 പേരുകളൊക്കെ പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് പതുക്കെ മറ്റുള്ളവരൊക്കെ ഏതാണ്ട് ഫെയ്ഡ് ഔട്ട് ആവുകയും ഈ വി ഡി സതീശൻ എന്ന പേരിലേക്ക് ഏറെക്കുറെ വരികയും ചെയ്തു. അത് ഹൈക്കമാൻഡിന് സ്വീകാര്യമായി. കേരളത്തിലെ ഏറെക്കുറെ എല്ലാവരുടെയും കുട്ടിപ്പിടിച്ച് പോകുന്നൊരു നേതാവായി. ആ ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് വീണ്ടും തലപൊക്കിയത്. അപ്പോൾ കിട്ടിയ അവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ വൃത്തികെട്ടവനെ, ഈ പറഞ്ഞ യാതൊരു തരത്തിലുള്ള എത്തിക്സും ഇല്ല, സമനില തെറ്റി ജീവിക്കുന്ന ഒരാളെ, ഈ ഈ പറഞ്ഞ എല്ലാതരം സാഡിസം എന്നാണോ വിളിക്കേണ്ടത്, നാർസിസം എന്നാണോ വിളിക്കേണ്ടത്, മനഃശാസ്ത്രത്തിൽ എന്തൊക്കെയാണോ ഇപ്പോൾ ഈ പറയുന്ന ആൻറ്റി സോഷ്യൽ എന്ന് പറയുന്ന ഒരു ആൻറ്റി സോഷ്യൽ സിൻഡ്രോം എന്ന് പറയുന്നത് തന്നെ സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളെ, എന്തായാലും നോർമൽ അല്ല എന്ന് നല്ല ഉറപ്പുള്ള ഒരാളെ, മനോരോഗിയായ ഒരു സൈക്കോ ഫാൻ ആയിട്ടുള്ള ഒരാളെ, അതേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവരെ കൊണ്ടു നടക്കുന്നത് കണ്ടു നമ്മൾ ഇതിന് ശേഷം. അതാണ് ഇതിന്റെ പ്രശ്നം. എവിടെയെന്ന് വെച്ചാൽ ബ്ലഡ് കൊടുക്കുന്നു, പായസം കൊടുക്കുന്നു, രാത്രിക്ക് ഉദ്ഘാടനം നടത്തുന്നു. കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു ചരിത്രപരമായ വിജയം അവർ തന്നെ കളഞ്ഞു കുളിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് നടപടിയെടുത്തപ്പോൾ എനിക്ക് വി ഡി സതീശൻ പറഞ്ഞ മറുപടി വളരെ കൃത്യമാണ്. ഇതിന് കീഴ്വഴക്കമില്ല. കാരണം പാർട്ടിക്കകത്ത് രാഹുലിൻ്റെ ഹെഡ് മാഷും ഉൾപ്പെടെ ചോദിച്ചത് ഇതാണത്രേ, എന്താണ് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആവാത്താണോ കുഴപ്പം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ ആവാമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്ര പരാതി വന്നാലും എത്ര സ്ത്രീകളെ പീഡിപ്പിച്ചാലും ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമല്ലോ. കോൺഗ്രസ് ആയിപ്പോയതാണോ ഞങ്ങളുടെ കുറ്റം എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് വി ഡി സതീശൻ കൃത്യമായി പുറത്തു വന്ന് പറഞ്ഞത്, ഞങ്ങളൊരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ്. ധാർമ്മികമായി മാധ്യമങ്ങളിൽ വാർത്ത വന്നാൽ തന്നെ, പാർട്ടിക്കുള്ളിൽ പരാതി കിട്ടിയാൽ തന്നെ ഞങ്ങൾ നടപടിയെടുക്കും. ഞങ്ങൾ കേസുണ്ടോ എന്ന് ചോദിച്ച് കാത്തിരിക്കുന്നില്ല. കേസ് ഇല്ലാതാക്കാൻ ഒരുപാട് വഴിയുണ്ട്. ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ആളുകൾക്ക് പല വഴിയുണ്ട്. അതാണ് ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ പയറ്റിക്കൊണ്ടിരുന്നത്. ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമം ഞാൻ ലംഘിച്ചിട്ടുണ്ടോ, എനിക്കെതിരെ എന്തെങ്കിലും കേസുണ്ടോ, ഇന്നലെയും ചോദിച്ചു, കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടില്ലേ. എന്നിട്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പിന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്ക് പ്രതിയല്ല, രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഇവരുടെ എതിരാളി. ഇവരുടെ യഥാർത്ഥ എതിരാളി ആരാണ്? വി ഡി സതീശനായി. വി ഡി സതീശനെ ഒതുക്കാൻ പിന്നെയുള്ള വഴി എന്താ? ഈ യുവതുർക്കികളൊക്കെ കൂടി നിങ്ങളെ ഒതുക്കാൻ വേണ്ടി, ആരെയും ഒതുക്കാൻ വേണ്ടി വി ഡി സതീശൻ ശ്രമിച്ചിട്ടില്ല. വി ഡി സതീശൻ്റെ കുറ്റങ്ങളൊക്കെ പറയേണ്ട നേരത്ത് നമുക്ക് പറയാം. പക്ഷേ വി ഡി സതീശൻ ഈ യുവനിരയെ വളർത്തിക്കൊണ്ടു വന്നിട്ടേ ഉള്ളൂ. വി ഡി സതീശൻ രംഗത്ത് വന്നതിന് ശേഷമാണ് കേരളത്തിലെ മറ്റൊരു പാർട്ടിയിലും ഇല്ലാത്ത വിധം വമ്പന്മാരുടെ ഒരു രണ്ടാം നിര കോൺഗ്രസ്സിലേ ഉള്ളൂ.
അത് വി ഡി സതീശന്റെ കൂടി. പക്ഷെ ആ വമ്പൻ നിര VDക്കെതിരെ തന്നെ തിരിയുന്ന ഒരു സാഹചര്യം അതെന്താ വന്നു. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വൃത്തികേട് ഒരു നടപടിയിലേക്ക് വന്നപ്പോൾ അവരൊക്കെ എതിരായി. അങ്ങനെ ഒരാളുണ്ടായിട്ട്, അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടായിട്ട് വന്നിട്ട് കാര്യമില്ല. മാഷ് ഇപ്പൊ പറഞ്ഞ പോലെ VD സതീശൻ പറഞ്ഞ കീഴ്വഴക്കം പുതിയതായിട്ട് തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിന് ഒപ്പം നിൽക്കണ്ടേ എല്ലാ മുതിർന്ന ആണ്. നേതാക്കളും? കാരണം ഈ കീഴ്വഴക്കത്തിലൂടെ പോയാൽ മാത്രമേ ഇനിയൊരു നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ ചെയ്താൽ കുഴപ്പമില്ല, നീ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആ കീഴ്വഴക്കം അങ്ങോട്ട് മാറ്റി വെച്ച് കാണിച്ചു കൊടുക്കണ്ടേ? അതാണ് ചെയ്യേണ്ടത്. സത്യത്തിൽ ഇപ്പം എന്താ ചെയ്തത് വെച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജന്മനാ സമനിലയില്ല. ഉം. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ചില നേരങ്ങളിൽ സമനില നഷ്ടപ്പെട്ടു. മാസമായിട്ട് ഹിസ്റ്റീരിയ ബാധിക്കും. വി ഡി സതീശൻ അല്ലാത്ത എല്ലാവരും കൂടി തീരുമാനിച്ചു ഇവനെ ഇങ്ങനെ വിട്ടാൽ നമുക്കൊക്കെ പ്രശ്നമാണ്, ഉം. അവൻ അങ്ങനെ ആളാവണ്ട. ഉം. അപ്പൊ നമുക്ക് എന്താ വഴി? ഉം. രാഹുലിന്റെ ഈ സമയത്ത് വി ഡി സതീശനെ നേരെയാക്കാൻ, തകർക്കാൻ ഏറ്റവും നല്ല വഴി എന്താ? ഈ പറഞ്ഞ സൈക്കോ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ വന്നാൽ അതിൻ്റെ കൂടെ ഷാഫി പറമ്പിലുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും എന്നൊക്കെയാണ് ധരിച്ചത്. ഇവിടെ ഷാഫി പറമ്പിലിന്റെ ഒരു നിലപാടും മോശമായ നിലപാടല്ലേ മാഷെ? ആണ്, വഷളായി പോയില്ലേ? എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിന് ഇത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കേണ്ടി വരുന്നത്? അതെനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്, പുറത്തും വന്നിട്ടുണ്ട്. പക്ഷേ ഗുരുതരമായൊരു വാർത്തയായി മാറിയിട്ടില്ല എന്ന്. അത് എപ്പോഴാന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ വന്നാൽ എപ്പോൾ വാർത്തയാവും നോക്കിയാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ പാലക്കാട്ട് നിന്ന് തന്നെയുള്ള BJPയുടെയും CPMൻ്റെയും നേതാക്കൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ പറയും വേണ്ട നേരത്ത്. ആരാണ് ഒരു നല്ല പെൺകുട്ടിയെ കണ്ടാൽ ഉടനെ നമ്പർ വാങ്ങിച്ചിട്ട് ബാംഗ്ലൂരിലേക്ക് വിളിക്കാറുള്ളത് ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഈ ചോദ്യങ്ങളൊന്നും പൊതുവേദിയിൽ ഉന്നയിക്കുമ്പോൾ അത് വെറുതെ ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മറ്റെന്ത് ഗുണങ്ങളുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിലും കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് രാഷ്ട്രീയത്തിന് ഉപകാരപ്പെടുമായിരിക്കും. പക്ഷേ എന്ത് ക്വാളിറ്റി ഉണ്ടായാലും പൊറുക്കാനാവാത്ത മഹാപാപങ്ങൾ, സാമൂഹ്യമായ രോഗങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത്. വി ഡി സതീശനോടുള്ള കുറുമ്പ് കൊണ്ട് എന്താ ചെയ്തത്? ഇടക്കാലത്ത് കോൺഗ്രസ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ മൈലേജ് തകർത്ത് കളഞ്ഞു. ഇപ്പം എന്തായി? ഇപ്പോൾ ഒന്നും ഇനി വി ഡി സതീശൻ മിണ്ടാതിരുന്നാൽ മതി. കോൺഗ്രസ് അധികാരത്തിൽ വരുവോ ഇല്ലയോ, പിണറായി തന്നെ വീണ്ടും ഭരിക്കാനുള്ള സാഹചര്യമൊക്കെ ഇവർ ഒരുക്കി കൊടുത്തിട്ട് ഇപ്പം എന്തായി? ആ കളമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ പിണറായിയുടെ കയ്യിൽ തന്നെ കൃത്യമായ തെളിവുകൾ വന്നു. പിണറായിയുടെ മുമ്പിൽ തന്നെ മൊഴി കൊടുത്തു. പിണറായി കേസെടുക്കുന്നു, അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഇപ്പം എന്തായി എന്നറിയോ? കോൺഗ്രസിൻ്റെ മേൽക്കൈ തകർന്നു കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ കേസെടുത്തു, നടപടിയെടുത്തു. അപ്പോൾ എന്തായി? ആദ്യം വി ഡി സതീശനെ തകർത്തു, പിന്നെ കോൺഗ്രസിനെയും തകർത്തു. ഈ തകർക്കാൻ നിന്ന് കൊടുത്ത ആരാന്ന് മാത്രം ആലോചിച്ചാൽ പിണറായി കാത്തിരുന്നു ഇത് കൃത്യമായ കളത്തിൽ വരാനായിട്ട്. പിണറായിയുടെ ക്രിമിനൽ ബുദ്ധിയുടെ അടുത്ത് ഈ മനോരോഗ ബുദ്ധിയൊന്നും, ഈ സൈക്കോ ബുദ്ധിയൊന്നും ചെല്ലൂല. ഇതെല്ലാം ഒത്തിണങ്ങിയതാണ് പിണറായിയുടെ ക്രൂരബുദ്ധി. അതെ. അപ്പോൾ അത് ഇവർ മനസ്സിലാക്കാഞ്ഞിട്ടാണ്, ഇവർക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് വളരെ കൃത്യമായി സമയം വന്നു, ഓപ്പറേറ്റ് ചെയ്തു. പക്ഷേ ഈ രാഷ്ട്രീയ നേതാക്കളായത് ഞാൻ എന്താ പറയുക, ഇതുമായി ബന്ധപ്പെട്ടില്ലെങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഈ രാഷ്ട്രീയ നേതാക്കളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിമ്പുകളാകണം, ഇത്തരത്തിലുള്ള താല്പര്യങ്ങളിലേക്കൊക്കെ പോകണം, ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതാണെന്ന് പറയുമ്പോഴും ഇതൊക്കെ മാറ്റി വെച്ച് വരേണ്ട ഒരു കാലഘട്ടം ഇപ്പോഴത്തെ തലമുറയ്ക്ക് പോലും ആ ഒരു ചിന്ത പോകുന്നില്ല. അല്ല, എന്നോ വന്നില്ലേ, വരേണ്ടതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന്, രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് വിളിക്കാൻ മുദ്രാവാക്യങ്ങളുണ്ടോ, പിടിക്കാൻ കൊടിയുണ്ടോ എന്നതൊന്നും അല്ല രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് പിന്തുടരാവുന്ന കാൽപ്പാടുകളുണ്ടോ എന്നാ. അതിൽ ധാർമ്മികത വേണ്ടേ? അതിനല്ലേ ധാർമ്മികത എന്ന് പറയുക. നമുക്ക് പിന്തുടരാൻ പറ്റിയ ഒരാൾ എല്ലാ അർത്ഥത്തിലും. അങ്ങനെ ആവുമ്പോൾ മുമ്പിൽ നിൽക്കുന്നവൻ ആരായിരിക്കണം? എനിക്ക് മുമ്പിൽ നിൽക്കാൻ അർഹതയുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടേണ്ടത് ഈ സാമൂഹ്യ തിന്മകളൊന്നും ബാധിക്കാത്ത ഒരാളായിരിക്കണം ഞാൻ. അല്ലെങ്കിൽ സാമൂഹ്യ തിന്മകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഗാന്ധിയൊക്കെ ചെയ്തതുപോലെ നിരന്തരമായ അഗ്നിപരീക്ഷണങ്ങളിലൂടെ എല്ലാം മാറ്റിവെച്ച് ശുദ്ധീകരിച്ചിട്ട് ഇതാണ് ഞാൻ അതിനെ അതിജീവിച്ചിരിക്കുന്നു തെളിയിക്കാൻ പറ്റണം. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇവർക്കൊക്കെ എന്ന അവസരം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴേക്ക് പൊളിറ്റിക്സിൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിവേഗത്തിലാണ് കളം മറിഞ്ഞു പോവുക. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് കിട്ടിയൊരു സാധ്യത ഇനിയിപ്പോൾ ആലോചിച്ച് നോക്കുക, ഏറ്റവും ചുരുങ്ങിയത് 5 കൊല്ലം കാത്തിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താവും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരെ എന്ത് വൃത്തികേട് കളിച്ചാലും കോൺഗ്രസ്സുകാരേക്കാൾ മോശമാണ് ഈ LDFൻ്റെ ഭരണം എന്നൊരു തോന്നലിലേക്ക് ജനങ്ങൾ വന്നാൽ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുള്ള കളം കാണുന്നില്ല, സാഹചര്യം കാണുന്നില്ല. അപകടമാണ്. കോൺഗ്രസ്സുകാർ സ്വയം കുഴിച്ചു, എന്നിട്ട് ആ കുഴിയിൽ സ്വയം ഇറങ്ങി നിന്നു, സ്വയം മണ്ണിട്ട് വാരിയിട്ട് സ്വയം മൂടി. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു ധാർമ്മിക രോഷം അവർ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഏറ്റവും നല്ല അവസരമായിരുന്നു അവർ കളഞ്ഞു കുടിച്ചത്. ഇപ്പോൾ എന്താണ്, എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ജന്മം അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊള്ളാവുന്ന ഒരുത്തനാണ്, വരട്ടെ,
വേദിയിൽ വന്നോട്ടെ, സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുത്തോട്ടെ, പാലക്കാട്ട് വന്നോട്ടെ എന്ന് പറയാൻ പറ്റുമോ? നിയമസഭയിൽ വന്നോട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ നടപടി സമ്പൂർണ്ണമായി ശരിയായിരുന്നു എന്ന് ഇപ്പോൾ വീണ്ടും തെളിഞ്ഞില്ലേ? ഇനി കോൺഗ്രസ് എന്ത് പറയും? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഇനി നമുക്ക് കാത്തിരിക്കാം. അവരുടെ വിധിയിൽ, അവരുടെ കർമ്മഫലം എന്ന് പറയില്ലേ, അത് അവരനുഭവിക്കുക. പക്ഷേ അതിൻ്റെ ഗതികേട് മുഴുവൻ കേരളം താങ്ങേണ്ടി വരും. കേരളത്തിലൊരു കൊള്ളാവുന്ന പ്രതിപക്ഷമായി കോൺഗ്രസിലെ യുവനിരയും വളർന്നു വന്ന കാലത്ത് അത് സമ്പൂർണ്ണമായി നശിപ്പിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ ചെയ്തത്. മറ്റാർക്കും അതിന് ഉത്തരവാദിത്വമില്ല. അവർ തന്നെ മറുപടി പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.